These three institutions are related to three organs of the government, namely legislature, executive and judiciary. അതായത് എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെൻറ്റിന് എന്താണ് 3 തരത്തിലുള്ള ഘടകങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ലെജിസ്ലേച്ചർ, ഫസ്റ്റ് വൺ ലെജിസ്ലേച്ചർ, അതായത് നിയമനിർമ്മാണ വിഭാഗം, ആൻഡ് സെക്കൻഡ് വൺ എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ വിഭാഗം, ആൻഡ് ജുഡീഷ്യറി, നീതിന്യായ വിഭാഗം. അപ്പോൾ നമുക്ക് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ, ഗവൺമെൻറ്റിൻ്റെ, അതായത് ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് എന്താണ്, മേക്സ് ലോ, അതായത് എന്താണ്, നിയമങ്ങൾ നിർമ്മിക്കുക. ആൻഡ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റർപ്രറ്റ്സ് ലോ, അതായത് നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. പിന്നെ എന്താണ്, എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇംപ്ലിമെൻറ്റ്സ് ലോ, അതായത് കാര്യനിർവഹണ വിഭാഗം നിയമങ്ങൾ നടപ്പാക്കുന്നു. അതായത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, ആൻഡ് ലാസ്റ്റ് വൺ നീതിന്യായ വിഭാഗം. ഒന്ന് നിയമങ്ങൾ നിർമ്മിക്കുന്നത്, രണ്ടാമത്തെ നിയമങ്ങൾ നടപ്പാക്കുന്നത്, മൂന്നാമത്തെ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. ഹാവ് നോട്ട് യു അണ്ടർസ്റ്റുഡ് വാട്ട് ദ ഓർഗൻസ് ഓഫ് ദ ഗവൺമെൻറ് ആർ, അതായത് ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായില്ലെന്ന് ചോദിച്ചത്. മനസ്സിലായല്ലോ എന്ന് ചോദിച്ചു അല്ലേ. ഇനി അനലൈസ് ദ 3 ഓർഗൻസ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബേസ്ഡ് ഓൺ ദ ചാർട്ട് ഗിവൺ, അതായത് ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങൾ നൽകിയിരിക്കുന്ന ചാർട്ട് നമ്മൾ പറഞ്ഞതാണ് അല്ലേ, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്ന് പറഞ്ഞു. അപ്പോൾ ആ 3 ചാർട്ട്, ഇതിൻ്റെ ഘടകങ്ങളുടെ ചാർട്ടുകളാണ് ഇനി പറയാൻ പോകുന്നത്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഫസ്റ്റ് വൺ എന്താണ്, ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണ വിഭാഗം. ഈ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ്, പ്രസിഡന്റ്, ലോകസഭ, രാജ്യസഭ, അതായത് രാഷ്ട്രപതിയുണ്ട്, ലോകസഭയുണ്ട്, രാജ്യസഭയുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ വിഭാഗം. അതിൽ ആരൊക്കെയാണ്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ബ്യൂറോക്രസി, അതായത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. ഇതൊക്കെയാണ് എക്സിക്യൂട്ടീവിലുള്ളത്. ആൻഡ് ലാസ്റ്റ് വൺ ജുഡീഷ്യറി, അതായത് നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്സ്, ഡിസ്ട്രിക്ട് കോർട്ട്സ്, സബ് കോർട്ട്, മുൻസിഫ് കോർട്ട്സ്, ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്, മജിസ്ട്രേറ്റ് കോർട്ട്സ്, അതായത് സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, സബ് കോടതി എന്ന് പറഞ്ഞാൽ സബ് കോടതികൾ, മുൻസിഫ് കോർട്ട്സ് എന്ന് പറഞ്ഞാൽ മുൻസിഫ് കോടതികൾ, ആൻഡ് മജിസ്ട്രേറ്റ് കോർട്ട്സ്, അതായത് മജിസ്ട്രേറ്റ് കോടതികളാണ് ഈ പറയുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിലെ ഗവൺമെൻറ്റ്സിൻ്റെ 3 ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഈസ് നോൺ as the parliament. It consists of the president and the 2 houses, namely Rajya Sabha and Lok Sabha. The Rajya Sabha is known as the upper house and the Lok Sabha is known as the lower house. Since it has 2 houses, it is known as bicameral legislature. അപ്പോൾ എന്താ പറഞ്ഞത്, അതായത് നമ്മുടെ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗമാണ് ഏതെന്ന് പറയുന്നത്, പാർലമെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതാണ് ആദ്യത്തെ പറഞ്ഞത്, ദ ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ ഈസ് നോൺ ആസ് ദി പാർലമെൻറ്റ്. നമ്മുടെ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആൻഡ് അടുത്ത എന്താണ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് ദ 2 ഹൗസസ്, നെയിംലി രാജ്യസഭ ആൻഡ് ലോകസഭ. നമ്മളുടെ രാഷ്ട്രപതിയും ലോകസഭ, രാജ്യസഭ എന്നീ 2 സഭകളും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ പാർലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞത്, രാഷ്ട്രപതിയും അതുപോലെ തന്നെ എന്താണ്, ലോകസഭ, രാജ്യസഭ എന്നീ 2 സഭകളും ഉൾക്കൊള്ളുന്നതാണ്. രാജ്യസഭ എന്ന് പറയുന്നത്, അതാണ് രാജ്യസഭ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ദ രാജ്യസഭ ഈസ് നോൺ ആസ് ദി അപ്പർ ഹൗസ്. രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്, അപ്പർ ഹൗസിൽ, ഉപരിസഭ എന്ന പേരിലും. ആൻഡ് ദ ലോകസഭ ഈസ് നോൺ ആസ് ദി ലോവർ ഹൗസ്. ലോകസഭ എന്ന് പറയുന്നത് അധോസഭ എന്നുമാണ് അറിയപ്പെടുന്നത്. ആൻഡ് സിൻസ് ഇറ്റ് ഹാസ് 2 ഹൗസസ്, ഇറ്റ് ഈസ് നോൺ ആസ് ബൈകാമറൽ ലെജിസ്ലേച്ചർ. ഈ 2 സഭയുള്ളത് കൊണ്ട് തന്നെ, ഈ 2 സഭ ഉള്ളതിനാൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, ദ്വിമണ്ഡല സഭ അല്ലെങ്കിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നു, ബൈകാമറൽ ലെജിസ്ലേച്ചർ എന്ന് വിളിക്കുന്നു. അതായത് രാജ്യസഭയും ലോകസഭയും ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ ഈ പറയുന്ന ബൈകാമറൽ ലെജിസ്ലേച്ചർ, ദ്വിമണ്ഡല സഭ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോന്നും രാജ്യസഭയും ലോകസഭയും എന്താണെന്നുള്ള എക്സ്പ്ലനേഷൻ ഓരോന്നും എന്താണെന്ന് പറയുന്നത്, അതായത് രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്, 238 ഇലക്റ്റഡ് മെമ്പേഴ്സ്, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങളും 12 നോമിനേറ്റഡ് മെമ്പേഴ്സ്, നമ്മൾ നോമിനേറ്റഡ് ചെയ്യപ്പെട്ട 12 അംഗങ്ങളുമാണ് ഏതിലുണ്ടാവുക, നമ്മുടെ രാജ്യസഭയിൽ ഉണ്ടാവുക. നോൺ ആസ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, അതായത് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു എന്ത് തന്നെയാണ്, രാജ്യസഭയാണ്. അതുപോലെ തന്നെ പെർമനൻറ്റ് ഹൗസ്, അതായത് ഒരു സ്ഥിരം സഭയാണ് ഏതെന്ന് പറയുന്നത്, നമ്മളുടെ രാജ്യസഭ എന്ന് പറയുന്നത്. വൈസ് പ്രസിഡന്റ് പ്രിസൈഡ്സ് ഓവർ ദ സെക്ഷൻസ്, അതായത് ഉപരാഷ്ട്രപതി അധ്യക്ഷ വഹിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, രാജ്യസഭ എന്ന് പറയുന്നത്. ആൻഡ്
സെക്കൻഡ് വൺ ലോകസഭ. ലോകസഭ എന്ന് പറയുന്നത് എന്താണ്? 543 ഡയറക്ട്ലി ഇലക്റ്റഡ് മെമ്പേഴ്സ്, അതായത് 543 അംഗങ്ങൾ, ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങളുള്ളതാണ് ഇതെന്ന് പറയുന്നത് ലോകസഭ എന്ന് പറയുന്നത്. 2 നോമിനേറ്റഡ് മെമ്പേഴ്സ്, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 2 അംഗങ്ങളും നോൺ ആസ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ത് അറിയപ്പെടുന്നു? ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നതാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ലോകസഭ എന്ന് പറയുന്നത്. ഇലക്റ്റഡ് ഫോർ എ ടേം ഓഫ് 5 years, 5 വർഷമാണ് അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? പ്രിസൈഡഡ് ഓവർ ബൈ ദി സ്പീക്കർ, സ്പീക്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ആരാണ്? ലോകസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കറും രാജ്യസഭയിൽ ആരാണ്? വൈസ് പ്രസിഡൻറ്റുമായിരിക്കും. ഓക്കെ.